എൻ്റെ കാശ്മീർ യാത്രയിലെ കാഴ്ചകൾ തുടരുകയാണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. കാശ്മീർ ലോകത്തിൻ്റെ പൂന്തോട്ടമാണെങ്കിൽ അവിടെ സ്വർണ്ണപ്പൂക്കളാൽ പരിലസിച്ച് നിൽക്കുന്ന പനിനീർ ചെടിയാണ് സോനാമാർഗ്. വർഷത്തിൽ 6 മാസത്തോളം മനുഷ്യവാസമില്ലാതെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശം ശ്രീനഗറിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 2800 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിശിരത്തിലെ കൊടും തണുപ്പിനു ശേഷം വസന്താഗമത്തോടെ മഞ്ഞുരുകി വഴി തെളിയുമ്പോൾ അവിടം സഞ്ചാരികളുടെ പറുദീസിയായി മാറും. മഞ്ഞു പുതച്ച മലകളിലും പുതുനാമ്പുകൾ തളിരിട്ട താഴ്വരകളിലും ഇളം വെയിൽ തട്ടുമ്പോൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഈ പ്രദേശത്തെ സൗന്ദര്യാരാധകരായ സഞ്ചാരികൾ ആരോ ആയിരിക്കണം സോനാമാർഗ് അഥവാ സ്വർണ്ണ പുൽമേട് എന്ന് പേരിട്ട് വിളിച്ചത്. സോനാമാർഗ് ഒരു ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ജിൽഗിറ്റിനൊപ്പം കാശ്മീരിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന പുരാതന സിൽക്ക് റോഡിലെ ഒരു കവാടം കൂടിയായിരുന്നു ഇത്. 15 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സോജില പാസ് പാത ഗതാഗതത്തിനുള്ള ഏറ്റവും ഉയർന്ന ചുരങ്ങളിലൊന്നാണ്. ഇത് ഇപ്പോഴും NH-1യിലെ ലഡാക്കിൻ്റെ ബേസ് ക്യാമ്പും ലഡാക്കിൻ്റെ പ്രതിരോധത്തിനായി ഇന്ത്യൻ സൈന്യം തന്ത്രപരമായി പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്ന ഒരു സ്ഥലവുമാണ്. 1999 അയൽരാജ്യമായ പാകിസ്ഥാനുമായുള്ള കാർഗിൽ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യത്തിന് തന്ത്രപരമായി പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇത് പ്രവർത്തിക്കുന്നു. ഉയർന്ന ഉയരവും പർവ്വത പ്രദേശങ്ങളും കാരണം സോനാമാർഗിൽ പ്രാദേശികമായി അപൂർവമായ ഈർപ്പമുള്ള ഭൂഖണ്ഡാന്തര കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഗണ്യമായ മഴയും ഇവിടെ അനുഭവപ്പെടുന്നു. സോനാമാർഗിലെ ശരാശരി താപനില 5.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂടാതെ പ്രതിവർഷം ഏകദേശം 932 mm മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ജമ്മു കാശ്മീർ ടൂറിസം വകുപ്പ് വർഷം മുഴുവനും സോനാമാർഗിൽ റിവർ റാഫ്റ്റിംഗ് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. അടുത്തിടെയായിട്ട് വിദേശ ടീമുകളുടെ പങ്കാളിത്തവും ഇതിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോനാമാർഗ് റോഡ് ഗതാഗതത്തിനായി തുറന്നിരിക്കുന്ന സമയത്ത് സന്ദർശകർക്ക് വെളുത്ത പരവതാനി പോലെ അലങ്കരിച്ച മഞ്ഞ് ആസ്വദിക്കാം. സ്വകാര്യ വാഹനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. സന്ദർശകർക്ക് ടാക്സി വാടകയ്ക്കെടുക്കണം. വേനൽക്കാലത്തെ പ്രധാന ആകർഷണമായ താജിവാസ് ലേറിയയിലേക്കുള്ള യാത്രയ്ക്ക് പോണികളെ ഇവിടുന്ന് വാടകയ്ക്കെടുക്കാം. ജമ്മു കാശ്മീരിലെ സോനാമാർഗ് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാക്കുന്ന തുരങ്കപാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ജനുവരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. 2700 കോടി രൂപ ചെലവിൽ സോനാമാർഗിനെയും ഗഗൻഗീറിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കത്തിന് 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഏതു കാലാവസ്ഥയിലും 2 വരി തുരങ്കപാത ഗതാഗതത്തിനായി ഉപയോഗിക്കാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇരട്ട വരിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടി ഉയരത്തിലാണിത്. ലേയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന പാത സാമ്പത്തിക വികസനത്തിനും വിനോദസഞ്ചാര കേന്ദ്രത്തിനും മുതൽക്കൂട്ടാകും. അടിയന്തര ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള 7.5 മീറ്റർ വീതിയുള്ള പാതയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മണ്ണിടിച്ചിലും ഹിമപാതവും ഒഴിവാക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. കാശ്മീരിലേക്കുള്ള എൻ്റെ ആദ്യ യാത്രയാണിത്. വളരെ ഡിഫറൻ്റായ എക്സ്പീരിയൻസ് ആയിരുന്നു. കാശ്മീർ യാത്ര മുമ്പ് പോയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മഹീന്ദ്ര ഥാറുമായി ഇവിടേക്ക് എത്തിയവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ പരിചയപ്പെട്ടു. പലരും പൊതുവെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബഡ്ജറ്റൊക്കെ ആവില്ലേ ഇതിന് എന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യാത്ര നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഒരുപാട് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞ് ട്രെയിനിൽ യാത്ര ചെയ്യാം. ഇനി സമയം നിങ്ങൾക്ക് കുറവാണ്, വളരെ പെട്ടെന്ന് യാത്ര ചെയ്യണം, അങ്ങനെയുണ്ടെങ്കിൽ ഫ്ലൈറ്റ് യാത്രയാണ് നല്ലത്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കിട്ടും. ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കാഴ്ചകൾ കുറവായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാവുന്നതാണ്. ഏപ്രിൽ മാസത്തിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നോക്കി ഏത് മാസത്തിലാണ് മഞ്ഞുവീഴ്ച ഉള്ളതെന്നൊക്കെ നോക്കി ഏറ്റവും നല്ല സമയമൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. യാത്ര ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ഒരു ഇന്ത്യക്കാരൻ എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഒരിക്കലെങ്കിലും കാശ്മീർ യാത്ര ചെയ്തിരിക്കേണ്ടതാണ്. പലതും കാണാനും പലതും പഠിക്കാനും നമ്മൾക്ക് പറ്റും.
സാധിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും കാശ്മീരിലേക്ക് യാത്ര ചെയ്യുക. ഈ കാഴ്ചകളൊക്കെ കാണുക. ഇതൊക്കെ നമുക്കായി പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ഇത്തരം കാഴ്ചകളൊക്കെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും യാത്ര പോകാവുന്നതാണ്. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കൂടുതൽ കാശ്മീർ കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.